ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മൾ ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റില്ല, ഇന്നൊരു നമ്മളൊരു ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി നമ്മുടെ ചാനലിൽ അങ്ങോട്ട് ഞാൻ സ്കിൻ കെയറും അതേപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. കാരണം ഞാനിപ്പോൾ സ്കിന്നിന്റെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്കിന്ന് ഓൾമോസ്റ്റ് എൻ്റെ സ്കിന്നിന്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മുടിയിലെ പോലെ തന്നെ നമ്മുടെ സ്കിന്നിലും വിവിധ തരം സ്കിൻ ടൈപ്പ് ഉണ്ട്. ഹെയർ ടൈപ്പ് എന്നതുപോലെ തന്നെ നമുക്ക് വിവിധ തരം സ്കിൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഒരു തുടക്കമായിട്ട് ഇന്ന് നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും മുഴുവനായിട്ടുള്ള വീഡിയോ കാണാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ മുടി ഒന്ന് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഹെയർ ബണ്ണി യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ നമ്മുടെ ഫേഷ്യൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മുടി ഹെയറുടെ വീഡിയോ ചെയ്ത് മുടി തന്നെയാണ് വരുന്നത് കേട്ടോ. ഫേസ് ക്ലീൻ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പാല് യൂസ് ചെയ്തിട്ട് നമുക്ക് 100% നേച്ചുറലായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. മുഖം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അഴുക്ക്, ഡേട്ട്, പൊടി അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒരു കോട്ടൺ ബൗൾ എടുത്തിട്ട് നമ്മുടെ പാലിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ആ കോട്ടൺ ബൗൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രമാണ് നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തപടിയായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്രബ് തയ്യാറാക്കണം. നമ്മുടെ മുഖത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രബ് തയ്യാറാക്കാം. അപ്പോൾ സ്ക്രബ് തയ്യാറാക്കാനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുപയർ പൊടി ഉണ്ടല്ലോ, അതാണ്. ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഉപ്പ് വളരെയധികം നല്ലതാണ്. അതിനുശേഷം ഇത് രണ്ടും മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ വീണ്ടും പാല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു സ്ക്രബ് തയ്യാറാക്കുക. നമ്മുടെ അറിയാലോ, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ, ആ ഒരു രീതിക്ക് നമുക്ക് സ്ക്രബ് തയ്യാറാക്കാം. പാലിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആ ഒരു രീതിക്ക് വരെ നമുക്ക് പാല് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്ക്രബ് റെഡിയാക്കാം. അപ്പോൾ എൻ്റെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് നമ്മുടെ സ്ക്രബ് ആദ്യമേ തന്നെ നമ്മുടെ മുഖത്തും കഴുത്തിലും അതേപോലെ തന്നെ കയ്യിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് നമ്മുടെ ഫേസിൽ ചെയ്യണതിന് ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിന്റെ സൈഡിലുള്ള വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ്, അതേപോലെ തന്നെ അപ്പർ ലിപ്പിലുള്ള വൈറ്റ് ഹെഡ് ഇതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ സ്ക്രബ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇതൊക്കെ നമുക്ക് മാറും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആവശ്യമില്ലാത്ത നമ്മൾ ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പൊടി, അതേപോലെ തന്നെ ഡേട്ട്, അഴുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഈ സ്ക്രബ് നമ്മൾ വീക്ക്ലി വൺസ് ചെയ്യണം, അല്ലെങ്കിൽ 10 days കൂടുമ്പോഴെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡൊക്കെ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ വിരലുകൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ചിഹ്നം ഒരിക്കലും താഴേക്ക് ആക്കിയിട്ട് നമ്മൾ മസാജ് ചെയ്യരുത്. മുകളിലേക്ക് ആക്കിയിട്ട് ഞാൻ അതിൽ കാണിച്ചതുപോലെ തന്നെ മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്, അതായത് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ താഴേക്ക് ഇങ്ങനെ ആക്കി നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് താഴേക്ക് ഇറങ്ങി വരും കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഏജ് ആവണേനേക്കാളും മുൻപായിട്ട് തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങിപ്പോവും. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും
മുകളിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. മസാജ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മിക്ക ആൾക്കാർക്കും അറിയുമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് കവിളിലും അതേപോലെ തന്നെ അപ്പർ ലിപ്പിലും നോസിലും സൈഡൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നെറ്റിയിലും നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുകളിലേക്കാക്കിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഒരിക്കലും നിങ്ങൾ സ്ക്രബ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും ഇതേപോലെ അപ്വേർഡിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, അതല്ലാതെ ഓപ്പോസിറ്റിൽ ചെയ്യരുത്. അതേപോലെ തന്നെ കഴുത്തിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് സ്ക്രബ് ചെയ്ത സമയത്ത് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്ക്രബ് ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ സ്കിന്നിൽ തന്നെ ഇരുന്നോട്ടെ. അതൊന്ന് ഡ്രൈ ആയ പാടെ നമുക്ക് പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ചെവിയിലും നമ്മുടെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈകളിലും ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് റഫാണ്, ഡ്രൈ ആണ്, സ്കിന്നൊക്കെ ഡ്രൈ ആണ്, സൺ ടാൻ മൂലമൊക്കെ നമ്മുടെ സ്കിന്ന് ഡാമേജ്ഡ് ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രബ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടാകും. ഇനി നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് പാക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫേസ് പാക്ക് ഇന്നത്തെ നമ്മുടെ ഗോൾഡൻ ഫേസ് പാക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ എടുത്തിരിക്കുന്നത് നമ്മുടെ കടലപ്പൊടിയാണ്. കടലപ്പൊടി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിൻ ബ്രൈറ്റിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കടലപ്പൊടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹണിയാണ്, തേനാണ്. തേന് നമ്മുടെ നാച്ചുറലായിട്ടുള്ളൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൊമാറ്റോ ജ്യൂസ് കുറച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈര് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ തൈരും നന്നായിട്ട് നമ്മുടെ സ്കിന്ന്, അതായത് നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് നമ്മുടെ തൈരും. അപ്പോൾ ഇത് മൂന്നും പാടെ തൈര് യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി കട്ട തൈരായി, നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള തൈര് നമുക്ക് യൂസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ തൈര് തന്നെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റനിങ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല സൺ ടാൻ നന്നായിട്ട് കുറയാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കും കൂടി, വീണ്ടും തെറ്റാണ് കേട്ടോ, ഫേസ് പാക്കാണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിലും അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ചെവിയിലും ബാലൻസ് ഉള്ളത് നമ്മുടെ കൈകളിലേക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് തരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സൺ ടാൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മുടെ സ്കിന്നിൽ സൺ ടാൻ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ വരും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സൺ ടാൻ പൊതുവേ നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നതും അതേപോലെ തന്നെ സ്കിന്ന് ഡാമേജ്ഡ് ആവുന്നതൊക്കെ തന്നെ ഈ നമ്മൾ സൺ ടാന് നമ്മുടെ സ്കിന്നിൽ വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നത്. ഇപ്പം നിങ്ങൾ രാവിലെയൊക്കെ പോകുമ്പോൾ കുളിച്ചൊരുങ്ങി പോകുമ്പോൾ സ്കിന്ന് നന്നായിരിക്കും, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളാവുന്നത് ഈ സൺബേൺ ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഡള്ളാവുന്നത്. അത് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ റെഗുലറായിട്ട് ഈ ഒരു രീതിക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ഇപ്പം നല്ല രീതിക്ക് സൺ ടാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. കാരണം നമ്മുടെ സൺ ടാൻ നന്നായിട്ട് കുറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേഷ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അതവർ പറയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, നമുക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്കിൻ ക്ലാസ്സിന് പോയതിന് ശേഷമാണ് എനിക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയത്. അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആദ്യം നമ്മുടെ സൺ ടാൻ മാറ്റി പിന്നെ നമുക്ക് ഒരു ഫേഷ്യലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ 100% നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങളാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ സൺ ടാൻ നന്നായിട്ട് കുറയാനും നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ ഒരുപാട് അങ്ങോട്ട് കയറ്റി അപ്ലൈ ചെയ്യാതെ ഒരു ഗ്യാപ്പ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ നെക്കിലും നമ്മുടെ കൈകളിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസിലും കൂടുതൽ സൺ ടാൻ വരുന്ന നമ്മുടെ നെറ്റിയുടെ ഭാഗത്തും
അതേപോലെ തന്നെ അപ്പർ ലിപ്പ് ആ സൈഡിലൊക്കെയാണ് നമുക്ക് കൂടുതലും സൺ ടാൻ വരിക. അതേപോലെ തന്നെ നമ്മുടെ കൈകളിൽ നല്ല രീതിക്ക് തന്നെ സൺ ടാൻ വരും. വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല രീതിക്ക് സൺ ടാൻ വരും. അപ്പം നല്ല രീതിക്ക് ഞാനിപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫേസ് പാക്ക് ഞാൻ എൻ്റെ കയ്യിലും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കയ്യിലൊക്കെ നല്ല രീതിക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് നേരം മാത്രം നമ്മുടെ സ്കിന്നിലും ഫേസിലും വെച്ചതിന് നമ്മുടെ കയ്യിലും ഫേസിലും വെച്ചതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് വിടരുത് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡ്രൈ ആകുമ്പോൾ നമുക്ക് റിങ്കിൾസ് വരും, ചുളിവുകൾ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് വരും. സോ നമ്മൾ ഒരുപാട് നേരം വെച്ചിരിക്കരുത്. ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ ഉടനെ പോയിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ വാഷ് ചെയ്തത്. കണ്ടില്ലേ, കണ്ടോ? സ്കിന്നിന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഒരു ഗ്ലോ വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെളുത്തു തുടുക്കുന്നല്ല കേട്ടോ. അതൊരിക്കലും നിങ്ങൾ പറയരുത്, അങ്ങനെ ഒരിക്കലും ആവില്ല. ഇപ്പം നമ്മുടെ സ്കിന്നിൽ നല്ല സൺബേൺ, ഇപ്പോൾ നല്ല വെയിലൊക്കെയാണ്, സൺബേൺ, സൺ ടാൻ, അങ്ങനെ നമ്മുടെ സ്കിന്ന് ഡള്ളാണ്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സൺ ടാൻ നന്നായിട്ട് കുറയാനുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് കാരണം തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലെ സൺ ടാൻ പോയാൽ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അതല്ലാതെ നന്നായിട്ട് അങ്ങനെ വെളുത്തു തുടുത്ത് അങ്ങനെ വെളുവിളാന്നാവുന്നല്ല ഈ ഒരു സ്കിൻ കെയർ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫേഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കിൻ കെയർ നിങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഷോക്കിംഗ് റിസൾട്ട് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.